KTU 2019 സ്കീം S1 S2 ബേസിക് ഇലക്ട്രിക്കലിൻ്റെ മൊഡ്യൂൾ 1 ആണ്. ഫസ്റ്റ് ടേം ഇലക്ട്രിക് കറണ്ടാണ്. ഒരു കണ്ടക്ടറിൽ കൂടെയുള്ള നെഗറ്റീവ് ചാർജസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോയിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് ഡിഫൈൻ ചെയ്യണത്. അപ്പോൾ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസിനെ നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ടേം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആണ്. അപ്പോൾ ഈ ചാർജസ് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജസിന് എനർജി വേണം, അല്ലെങ്കിൽ ഒരു ഫോഴ്സ് വേണം. ഈ ഫോഴ്സിനെയാണ് നമ്മൾ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഈ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു ബാറ്ററി അല്ലെങ്കിൽ സിമിലർ ഡിവൈസ് ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ രണ്ട് എൻഡിലുള്ള വോൾട്ടേജസിൻ്റെ ഡിഫറൻസിനെയാണ്. അല്ലെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ എന്നും വിളിക്കാം. നെക്സ്റ്റ് ടേം റെസിസ്റ്റൻസ് ആണ്. ഒരു മെറ്റീരിയലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ആ കറണ്ടിനെ ഒപ്പോസ് ചെയ്യുന്ന ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ റെസിസ്റ്റേഴ്സ് ഒരു സർക്യൂട്ടിൽ പലതരം കോമ്പിനേഷൻസിൽ വരാം. അതായത് സീരീസ് വരാം, പാരലൽ വരാം. റെസിസ്റ്റേഴ്സ് സീരീസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എല്ലാ റെസിസ്റ്റേഴ്സും കൂടെ ആഡ് ചെയ്താൽ മതി. ഇനി റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും, പക്ഷേ ഓരോ റെസിസ്റ്ററിൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂളാണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് റെസിസ്റ്റർ R1 വോൾട്ടേജ് ഡ്രോപ്പ് കണ്ടെത്തണമെങ്കിൽ V1 എന്ന് പറയുന്നത് കണ്ടെത്താൻ ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ ആ സോഴ്സ് വോൾട്ടേജ് V ഇൻറ്റു ആ സെയിം ഏത് റെസിസ്റ്ററിൻ്റെ വോൾട്ടേജ് ആണോ കണ്ടെത്തേണ്ടത് അതിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ചെയ്യാം. ഇനി റെസിസ്റ്റേഴ്സിൻ്റെ പാരലൽ കോമ്പിനേഷൻ വരാം. പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ റെസിപ്രോക്കലാണ് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, രണ്ട് റെസിസ്റ്റേഴ്സ് R1 R2 പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ 1/R is equal to 1/R1 plus 1/R2 ചെയ്യാം. എന്നിട്ട് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് R കണ്ടെത്താൻ വേണ്ടിയിട്ട് R1 R2/R1 plus R2 ചെയ്യാം. ഇനി പാരലൽ കോമ്പിനേഷൻ വരുമ്പോൾ വോൾട്ടേജ് സെയിം ആയിരിക്കും. എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാം വോൾട്ടേജ് ഡ്രോപ്സ് സെയിം ആയിരിക്കും, പക്ഷേ ഓരോ ബ്രാഞ്ചിലും ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് കണ്ടെത്താൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത് കറണ്ട് ഡിവിഷൻ റൂളാണ്. കറണ്ട് ഡിവിഷൻ റൂള് ഇതിലൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ I1 കണ്ടെത്താനായിട്ട് ഫസ്റ്റ് ആ മെയിൻ കറണ്ട് സർക്യൂട്ടിലെ മെയിൻ കറണ്ട് ഇൻറ്റു ഏതിലെ റെസിസ്റ്റൻസ് ആണോ കണ്ടെത്തേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് എടുക്കുക. അതായത് അതർ ബ്രാഞ്ചിൻ്റെ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ റെസിസ്റ്റേഴ്സ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടേം കപ്പാസിറ്ററാണ്. രണ്ട് കണ്ടക്റ്റിംഗ് സർഫസസിനെ ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്താൽ അവിടെ ഒരു കപ്പാസിറ്റൻസ് ഫോം ആകും. അതായത് അതിനകത്ത് നമുക്ക് കുറച്ച് ഇലക്ട്രിസിറ്റി സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ഈ ഒരു ടു കണ്ടക്റ്റിംഗ് സർഫസസ് സെപ്പറേറ്റഡ് ബൈ ദ ഇൻസുലേറ്റിംഗ് മീഡിയത്തിനെ നമ്മൾ കപ്പാസിറ്റർ എന്ന് വിളിക്കും. അതിൻ്റെ ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യാനുള്ള പ്രോപ്പർട്ടീനെ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കും. കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യുന്ന എനർജീനെ നമുക്ക് ½ എന്ന് വിളിക്കാം, വേർ C എന്ന് പറയുന്നത് ചാർജ് പെർ യൂണിറ്റ് വോളിയം. നെക്സ്റ്റ് ഇൻഡക്ടറാണ്. ഒരു കോയിലിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഫ്ലക്സിന് ചേഞ്ച് വരാം. ഈ ചേഞ്ച് ഇൻ ഫ്ലക്സിന് ഒപ്പോസ് ചെയ്യുന്ന ആ കോയിലിൻ്റെ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ ഇൻഡക്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ കോയിൽ സ്റ്റോർ ചെയ്യുന്ന എനർജീനെ നമുക്ക് ½ Li² എന്നും ഡിഫൈൻ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാനുള്ളത് ഓംസ് ലോ ആണ്. ഓംസ് ലോ പറയുന്നത് ഒരു കണ്ടക്ടറിൽ കൂടെ കറണ്ട് I ഫ്ലോ ചെയ്യാണ്. ഈ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നുണ്ടെങ്കിൽ ഈ V/Iൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. പ്രൊവൈഡഡ് ഒരു കണ്ടീഷൻ ഉണ്ട്, ആ കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ റിമെയിൻസ് ദ സെയിം, അതാണ് കണ്ടീഷൻ. സോ V/I is equal to R, അതാണ് ഓംസ് ലോ. ഈ ഓംസ് ലോ നമുക്ക് 3 ഫോമിൽ എഴുതാം. V is equal to I into R എന്ന് എഴുതാം, R is equal to V/I എന്ന് എഴുതാം, I is equal to V/R. അതുപോലെ പവർ V into I അല്ലെങ്കിൽ I² R എന്ന് എഴുതാം. ഈ ഓംസ് ലോയുടെ ബേസിക് കണ്ടീഷൻ എന്ന് പറയുന്നത് കണ്ടക്ടറിൻ്റെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യണത്. നെക്സ്റ്റ് ടേം ഐഡിയൽ വോൾട്ടേജ് സോഴ്സാണ്. നമുക്ക് ആ ഫിഗറിൽ കാണുന്ന പോലെ ഒരു വോൾട്ടേജ് സോഴ്സും ഒരു ലോഡും കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ആ ലോഡിൽ കൂടെ എന്ത് കറണ്ട് ഫ്ലോ ചെയ്താലും ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റായി തന്നെ നിൽക്കും. അപ്പം അതിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇല്ല എന്നുള്ളൊരു അസംഷനിലാണ്. നമുക്ക് ആ ഗ്രാഫ് കാണുമ്പോഴറിയാം കറണ്ട് എത്ര ഇൻക്രീസ് ചെയ്താലും വോൾട്ടേജ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഏത് ഇൻസ്റ്റൻ്റ് എടുത്ത് നോക്കിയാലും വോൾട്ടേജ് സെയിം ആയിരിക്കും റെസ്പെക്റ്റീവ് ഓഫ് ദ ചേഞ്ച് ഇൻ കറണ്ട്. പ്രാക്ടിക്കൽ വോൾട്ടേജ് സോഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ആ സോഴ്സിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ ആ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജിൽ ചെറിയൊരു ഡ്രോപ്പ് വരും. അതാണ് നമ്മളവിടെ ക്യാരയിൽ കാണുന്നത്. കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ വോൾട്ടേജ് ചെറുതായിട്ട് ഡ്രോപ്പ് ചെയ്ത് വരും. നെക്സ്റ്റ് ഐഡിയൽ കറണ്ട് സോഴ്സാണ്. ഐഡിയൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ
കറണ്ട് സോഴ്സിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ് ആയിരിക്കും. നമുക്കതിന് ഗ്രാഫിൽ കാണുന്ന പോലെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്താലും കറണ്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. പ്രാക്ടിക്കൽ കറണ്ട് സോഴ്സ് എന്ന് പറയുമ്പോൾ പാരലലായിട്ടൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വരുന്ന പോലത്തെ ഒരു കണ്ടീഷനാണ്. അപ്പോൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ കറണ്ടിൽ ചെറുതായിട്ട് ഡ്രോപ്പ് വരും. നെക്സ്റ്റ് സോഴ്സ് കൺവേർഷനാണ്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സും അതിനൊരു സീരീസ് ആയിട്ട് ഒരു റെസിസ്റ്ററും ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു കറണ്ട് സോഴ്സ് പാരലൽ ടു റെസിസ്റ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും.